സിഡ്നിയിലുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞഞ്ചത്തി അഞ്ചന്മാർക്കും നമസ്കാരം. ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിറ്റോറിയം എനിക്കിത് തോന്നുന്നു ഹോള്. കാരണം ഇതൊരു ഡിഫറെന്റ്, ഇതുവരെ നമ്മള് പല പല സ്റ്റേജിൽ പോയിട്ട്, പക്ഷെ ഈ സൈഡ് ഇവിടെ നടത്തിയിരിക്കുന്നവരെ വി 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 ഒക്കെ ആണോ അങ്ങനെ ഉള്ളവർക്കാണ് ഈ നടുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ വിധി എന്നല്ലാണ്ട് പറയാറുണ്ട്. എന്റെ കണ്ണുകളിൽ തന്നെ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. ഈ അച്ചാഴ്ച ശരിയാക്കട്ടെ. ഒരച്ഛനെ ഉള്ളു, ഇവിടെ വേറെ അച്ഛന്മാരുണ്ടാവും. പിള്ളേരുടെ അച്ഛനല്ലേ ഞാൻ ചോദിച്ചത്. എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലം. എനിക്ക് ചില ന്യൂസ്, ചില ചാനൽ ഷോസിലൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരെ ഇരുത്തിയായിരുന്നു അതുപോലെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം സിഗ്നിക്കാരെ? സുഖമാണോ? എന്തായാലും സീറോ മലബാർ ചർച്ചിന്റെ ഭാഗമായിട്ട് ഫണ്ട് റൈസിങ് നമ്മുടെ ബേബിച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഏത് വിളിക്കണം, ബേബി എന്ന് വിളിക്കണം, ബേബി എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. പക്ഷെ എന്നെ ആരും ബേബി എന്ന് വിളിക്കാറില്ല, എന്നെ ബേബിച്ച എന്ന് വിളിക്കുള്ളൂ. അപ്പൊ ബേബിച്ചാട്ടൻ എന്തിനാണ് ഞാൻ ബേബിച്ച എന്ന് വിളിക്കുക അല്ലെ? ബേബിച്ച ഞാൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ആള്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഫണ്ട് റൈസിംഗ് ആണ്, ഞങ്ങൾ 3 മില്യൺ കൊടുത്തിട്ട് സ്ഥലം വാങ്ങി വെച്ചിരിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ട് പള്ളി പണിയാൻ വേണ്ടിയാണ് റീമിയെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും പൈസ പോയാലും സങ്കടപ്പെടരുത്. ആദ്യം ആ സങ്കടം എടുത്ത് മാറ്റി മുഖത്തുള്ളത് എല്ലാം ദൈവത്തിന് കൊടുത്തിരിക്കുക. നമുക്ക് എന്റെ മമ്മി എന്ന് പറഞ്ഞേക്കുന്നത് നമ്മള് കൊടുക്കും തോറും നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എല്ലാ പരിപാടി കിട്ടുമ്പോഴും ഞങ്ങൾ എടപ്പള്ളി പള്ളിയുടെ പുറകിലാണ് താമസിക്കുന്നത്. പള്ളി കൊണ്ട് പരിപാടിയുടെ മുക്കാൽ കൊണ്ടിട്ടിട്ട് ഞാൻ തിരിച്ചു വരാറുള്ളൂ. വിശ്വസിക്കല്ലേ? കുമ്പസാരിച്ചാ പോരെ കുഴപ്പമില്ല. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? തീരെ കളറില്ലാത്ത സാരി എങ്ങനെയുണ്ട്? ഏത് സൈഡ് ഏത് കോണി എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റണം. വേറെ ഒന്നുമില്ല, നന്നായിട്ട് പാടാൻ പറ്റണേന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കുവോ? തല കൈവച്ച് ഒരു ഫ്രണ്ട് ഇരിക്കുന്ന ഒരു സഹോദരനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ ഓൾഡ് ബസ് തന്നെ. വേറെ എന്നാ വിഷയം? തുടങ്ങിക്കോട്ടെ. എനിക്കിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ 2.5 മണിക്കൂർ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ തോന്നും. അപ്പോ തുടങ്ങിയേക്കാം, അതാണ് നല്ലത്. കാരണം നിങ്ങൾക്കൊക്കെ നാളെ ജോലി ഇല്ലാന്നറിയാം, ഞായറാഴ്ച അല്ലേ, എന്തെങ്കിലുമൊക്കെ വിശ്രമിക്കേണ്ടതല്ലേ. അപ്പൊ കുറച്ച് നേരത്തെ പോയി വിശ്രമിക്കാം. പാടിക്കോട്ടെ? ഓക്കെ, റെഡി.